SSLC examiner students, അപ്പോൾ നിങ്ങളുടെ പബ്ലിക് എക്സാമിന്റെ അവസാനത്തെ ചാപ്റ്റർ ആണ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഈ വീഡിയോയിൽ 10 മിനിറ്റിലെ ചാപ്റ്റർ മൊത്തം പഠിപ്പിച്ചു തരാം. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, മൊത്തം കാണണം. നിങ്ങൾക്ക് 2 ഹോംവർക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ തരുന്നുണ്ട്. അത് ചെയ്താൽ ഫുൾ മാർക്കാണ് ഈ ചാപ്റ്ററിന്. കുറേ ആൾക്കാർ ഈ ചാപ്റ്റർ സാർ ബുദ്ധിമുട്ടാണ്, എനിക്ക് പറ്റൂല, ഞാൻ ഇത് വിട്ടാലോ എന്ന് വിചാരിക്കുന്നവരുണ്ട്. മക്കളെ, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയാം, ഈ ചാപ്റ്റർ വിടരുത്, സ്റ്റാറ്റിസ്റ്റിക്സ് വിടരുത്. കാരണം ടാൻജൻസ്, സർക്കിൾസ്, ട്രിഗ്നോമെട്രി, ജോമെട്രി, ഇതിൽ നിന്നൊക്കെ എന്ത് വേണമെങ്കിൽ ചോദിക്കാം. വളരെ ടഫായിട്ടുള്ള ടോപ്പിക്സ് വരെ ചോദിക്കാം. ട്രിക്കി ചോദിക്കാം, ടഫ് ചോദിക്കാം, ട്രിക്ക് ഒന്നും മനസ്സിലാത്ത പോലെ ചോദിക്കാം. പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്സിൽ ആകെ 2 കാര്യം പഠിക്കാനുള്ളൂ: മീൻ, മീഡിയൻ, മാധ്യം, മധ്യമം. അതിൻ്റെ അപ്പുറം ചോദിക്കാനില്ല. അപ്പോൾ ഒരു ചെറിയ ക്വസ്റ്റ്യൻ, ഒരു വലിയ ക്വസ്റ്റ്യൻ എപ്പോഴും നമുക്ക് പ്രതീക്ഷിക്കാം എല്ലാ എക്സാമിനും. ഓക്കെ, ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള എല്ലാ നോട്ട്സും, ഷോർട്ട് നോട്ട്സ് ഒരു സ്ലൈഡിലുണ്ട്. ഇത്രേ പഠിക്കാനുള്ളൂ, പേടിക്കേണ്ട ആവശ്യമില്ല, വളരെ സിമ്പിളാണ്. ഇനി ഇതിൻ്റെ ഷോർട്ട് നോട്ട്സിന് ഫുൾ നോട്ട്സ് വേണോ? ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ മക്കളെ, മീൻ എന്ന് പറയുമ്പോൾ മാധ്യം, ഇത് നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ച സംഭവമാണ്. മീൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, മീൻ അഥവാ മാധ്യം എന്ന് പറയുമ്പോൾ എല്ലാവരെയും കൂട്ടുക. ഓക്കെ, 10 നമ്പർ തന്നെ 10 ആൾക്കാർ ആഡ് പ്ലസ് 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 ചെയ്യുക. ഡിവൈഡ്, അതിന് മൊത്തമായിട്ട് ഹരിക്കുക. എത്ര ആൾക്കാർ തന്നു? 10 ആൾക്കാർ. എണ്ണത്തിനെ വെച്ച് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ബൈ 10 ഒരു നമ്പർ കിട്ടും. അതാണ് മീൻ. വേറെ കൺഫ്യൂഷൻ ഒന്നുമില്ല. അത് നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. 10ാം ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ള മധ്യമം. ഓക്കെ, മധ്യമം എന്ന് പറയുമ്പോൾ നടുക്കിലുള്ള ആൾ. ഓക്കെ, നമ്മൾ ആരോഹണക്രമം, ഇൻക്രീസിങ് ഓർഡർ അല്ലെങ്കിൽ ഡിക്രീസിങ് ഓർഡർ, അവരോഹണക്രമത്തിൽ വെച്ചിട്ട് നടുക്കിൽ വരുന്ന ആൾ. അപ്പം നിങ്ങൾ 5 വിരലുണ്ടെങ്കിൽ എന്താ നടുക്കിൽ വരിക? ഈ ഫിംഗർ അല്ലേ. 10 വിരലുണ്ടെങ്കിൽ 10 വിരൽ ഈവൺ ആകുമ്പോൾ, ഓഡ് ആകുമ്പോൾ 5 ആൾക്കാർ. നമുക്ക് ഇങ്ങനെ അല്ല, 5 ആൾക്കാർ, ഇതിൽ നടുക്കിൽ 3ാമത്തെ. പക്ഷെ 5ഉം 3ഉം നമ്മൾ എന്താ ബന്ധം? 5 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 2.5. 5 + 1 n + 1 ഡിവൈഡ് ബൈ 2. n ഓഡ് ആണെങ്കിൽ n + 1. അപ്പോൾ 5 + 1 6ാമത്തേൻ്റെ പകുതി, അതാണ് 3. ഓക്കെ, കിട്ടി. ഇനി n ഈവൻ ആണെങ്കിൽ, ഇവന്റ് അല്ല, ഈവൻ അല്ലെങ്കിൽ ഇരട്ട സംഖ്യ ആവുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? വളരെ സിമ്പിൾ. 10 വിരലുള്ള കൈയുള്ള കുട്ടി, നിങ്ങൾക്ക് എല്ലാവർക്കും 10 ആയിരിക്കും മിക്കവർക്കും. ഇതാ ഈ വിരലാണ് നടുക്കി തരുന്നത്, തല്ലാണ്. ഇവൻ്റെയും തല്ലാണ്ട് ഇവർ രണ്ടാളുടെ ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരാളെ ഇട്ട് കൊടുക്കുന്നു. അപ്പം 5ാമത്തെ ആളും 6ാമത്തെ ആളും ആഡ് ചെയ്യുക, പകുതിയാക്കുക. അവരുടെ ആവറേജ്, അവരുടെ 5ാമത്തെയും 6ാമത്തെ ആളെ ആഡ് ചെയ്യുക, അതിൻ്റെ പകുതി എടുക്കുക. ഓക്കെ, അവരുടെ ആവറേജ് അഥവാ അവരുടെ മാധ്യം കണ്ടുപിടിക്കുക, അല്ലെ മീൻ. ഓക്കെ, ഇനി 2 രീതിയിലെ ക്വസ്റ്റ്യൻ തരും. നേരെ ക്വസ്റ്റ്യൻ വരും, ഫോർമുല ഉപയോഗിക്കാനുള്ള, അല്ലെങ്കിൽ ടേബിളിൽ ക്വസ്റ്റ്യൻ വരും. ടേബിളിൽ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ. ഒരു കോളം ഉണ്ടാക്കണം, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അതെങ്ങനെ ചെയ്യാൻ ഞാൻ ക്വസ്റ്റ്യൻ വരുമ്പോൾ പഠിച്ചുതരാം. ഒരു ലോങ് മെത്തേഡ് ഉണ്ട്, ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ട്. ഷോർട്ട് കട്ട് പഠിച്ചാൽ മതി. ലോങ് ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സിമ്പിളാണ്. നമുക്ക് വേഗം ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഞാൻ PYQ തന്നെ പഠിക്കാനുള്ളൂ. നിങ്ങളെല്ലാം PYQ പഠിച്ചാൽ സെറ്റാണ്. ഇത് ടഫോ മീഡിയമോ ഇല്ല, നിങ്ങൾ പഠിച്ചാൽ സെറ്റാണ്. നമുക്ക് തുടങ്ങാം. ഓക്കെ, 3 മിനിറ്റ് ഓൾറെഡി. ദ വെയിറ്റ് ഓഫ് 7 pupils, 7 കുട്ടികളുടെ വെയിറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 10 മിനിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ കാൽക്കുലേറ്റർ ഉപയോഗിക്കും. നിങ്ങൾക്ക് എക്സാമിന് കാൽക്കുലേറ്റർ പറ്റൂല. ഓക്കെ, 7 കുട്ടികളുടെ വെയിറ്റ് കൊടുത്തിട്ടുണ്ട്. ഫൈൻഡ് ദ മീഡിയൻ വെയിറ്റ്. നമുക്ക് മീഡിയൻ വെയിറ്റ്, മധ്യമം കണ്ടുപിടിക്കുമ്പോൾ എപ്പോഴും ഇൻക്രീസിങ് ഓർഡറിലാക്കണം. നമുക്ക് മീൻ കണ്ടുപിടിക്കേണ്ട ഇവിടെ, അതുകൊണ്ട് പണി സിമ്പിളായി. നോക്കിയേ, ഇവർ ഇൻക്രീസിങ് ഓർഡർ ആക്കണം. ചെറുതിന് വലുത് അല്ലെ വലുതിന് ചെറുത്, ആരോഹണക്രമം അഥവാ അവരോഹണക്രമം. അപ്പോൾ ഏറ്റവും ചെറിയ ആളാരാണ് ഇവിടെ? 32 അല്ലേ. 32 ഒന്ന് മാർക്ക് ചെയ്തോ. 35 മാർക്ക് ചെയ്തോ. പിന്നെ 38, പിന്നെ 42, 43, പിന്നെ നമുക്ക് 44, 45, 45. ഓക്കെ, അപ്പോൾ ഇനി എണ്ണി നോക്കി. ഇനി എല്ലാവരും ഉണ്ടാകുന്ന തെറ്റ് ചിലപ്പോൾ മിസ്സായി പോയിട്ടുണ്ടാവും. എനിക്കും പറ്റും, നിനക്കും പറ്റും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, എണ്ണി നോക്കി. 7 ആൾക്കാർ ഇവിടെ. 1 2 3 1 2 3 1 7 ആൾക്കാരുണ്ട്. ഓക്കെ, ഇൻക്രീസിങ് ഓർഡറിലാക്കി. ഓക്കെ, n എന്ന് പറയുമ്പോൾ എത്ര ആൾക്കാർ എണ്ണം ഉണ്ട് മക്കളെ? 7 ആൾക്കാർ. അതെന്താ? ഓഡാണ്. ഓഡാകുമ്പോൾ നമുക്ക് എന്താണ് ഫോർമുല? മീഡിയൻ എന്ന് വെച്ചാൽ, ഓക്കെ, മധ്യമം എന്ന് പറയുമ്പോൾ ഓഡായതുകൊണ്ട് n + 1/2. മക്കളെ, n + 1/2 എന്ന് എഴുതുന്ന തെറ്റാ. n + 1/2th ഒബ്സർവേഷൻ അഥവാ ആള്. ഓക്കെ, n + 1/2 എന്നല്ല. അപ്പോൾ n എന്ന് പറയുമ്പോൾ 7 ആണെങ്കിൽ 7 + 1/2 എന്ന് പറയുമ്പോൾ 8ന്റെ പകുതി 4. 4 ആൻസർ? ഇത് 4 മീഡിയൻ? അല്ല, 4ാമത്തെ ആള്. ഇതിലെ മുൻപ് 4 പുറകെ 4 വിഷയമില്ല. അപ്പോൾ 1 2 3 4 42 ആൻസർ. നടുക്കിലല്ലേ 42 വരുന്നത്. അപ്പോൾ ഇത്ര ആൾക്കാർ നമ്മളിങ്ങനെ ഓർഡറിലാക്കി വെച്ചാൽ ഇതാണ് മീഡിയൻ. അപ്പം മധ്യമം എന്ന് പറഞ്ഞ എഴുതിക്കോ 42. ഇപ്പം ഇങ്ങനത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻ വന്ന് എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുമല്ലോ. മധ്യമം നേരെ ചോദിക്കും, ഇൻക്രീസിങ് അല്ലെങ്കിൽ ഡിക്രീസിങ് ഓർഡറാക്കുക, കണ്ടുപിടിക്കുക. അപ്പോൾ ഓഡ് തന്നാൽ വളരെ സിമ്പിൾ. എപ്പോഴും ഓഡാണ് നമുക്ക് ഇഷ്ടം. ഇതേ സംഭവം ഈവൻ ആൾക്കാരെന്നാൽ, ഇരട്ട സംഖ്യ തന്നാൽ ചിലപ്പോൾ ചോദ്യം മാർക്ക് കൂട്ടാൻ വേണ്ടിയിട്ട്, കണ്ടോ, 4 മാർക്കിന് ചോദിച്ചു. മീൻ കണ്ടുപിടിക്കാൻ മീഡിയൻ, മാധ്യം കണ്ടുപിടിക്കുക, മധ്യം കണ്ടുപിടിക്കുക, രണ്ടും ഉണ്ട്. നോക്കിക്കേ, 10 സ്റ്റുഡൻസിൻ്റെയാണ് വരേണ്ടത്. എല്ലാവരും ശ്രദ്ധിക്കുക. അതാ ഇപ്പം തന്നെ ആൻസർ കമൻസിൽ ഇടാം.
അപ്പോൾ ആൻസർ കമൻറ്റ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഫൈൻഡ് ദ മീൻ സ്കോർ. മീൻ എന്ന് പറയുമ്പോൾ ഇത്രേ ഉള്ളൂ മക്കളെ. എല്ലാവരെയും കൂട്ടുക. ഓർഡർ ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല. ഡിവൈഡഡ് ബൈ എത്ര എണ്ണം? 10 കുട്ടികളുണ്ട്, 10 ആൾക്കാർ. അപ്പം ഞാൻ വേഗം കാൽക്കുലേറ്റർ വെച്ച് കൂട്ടാൻ പോവാം. നിങ്ങൾ വേഗം. ഓക്കെ, അപ്പോൾ 10 സെക്കൻഡ് എനിക്ക് ലാഭിക്കാം. 11 + 32 + 33 + 35 + 39 + 41 + 45 + 47 + 48 + 49. ഇതുമെല്ലാം തെറ്റിയാൽ കോമഡി ആവും. ഡിവൈഡഡ് ബൈ 10. 380/10. അപ്പോൾ 380/10 എന്ന് പറയുമ്പോൾ 38 മീൻ. മീൻ എന്ന് പറയുമ്പോൾ മാധ്യം. അത് കിട്ടി. വളരെ സിമ്പിൾ. ഇത് എല്ലാവരും 9ാം ക്ലാസ്സിൽ പഠിച്ചതാ. ഇനി മീഡിയൻ സ്കോർ. മീഡിയൻ സ്കോർ എന്ന് പറയുമ്പോൾ മധ്യമം. n എന്ന് പറയുമ്പോൾ 10 ആയതുകൊണ്ട് n 10. അത് ബ്രാക്കറ്റിൽ എഴുതിക്കോ. ഈവൺ ഇരട്ട സംഖ്യ. ഇരട്ട സംഖ്യ എന്ന് പറയുമ്പോൾ 2 കൈ. അപ്പോൾ എന്താണ്? നടുക്കിലെ 2 ആൾക്കാർ. അപ്പം നോക്കിയാൽ 10 ആൾക്കാരായതുകൊണ്ട് ഫോർമുല ഇങ്ങനെ വരിക. n/2 ആളും. ഓക്കെ, ഇയാളും n/2 കഴിഞ്ഞിട്ട് തൊട്ടാൾ. ഈ +1 2ൻ്റെ ആളല്ല, അത് കഴിഞ്ഞിട്ടാട്ടോ. n/2 +1 ആണ്. അവർ രണ്ടാളെ കൂട്ടുക, പകുതിയാക്കുക. ഇതാണ് മീഡിയൻ അഥവാ മധ്യമം. ഓക്കെ, ആദ്യം കുറച്ച് ബുദ്ധിമുട്ടാണ്. 2 ക്വസ്റ്റ്യൻ ചെയ്താൽ ശരിയാവുന്ന കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ n 10 ആണ്. 10ൻ്റെ പകുതി 5. 5ാമത്തെ ആളും പ്ലസ് 6ാമത്തെ ആളും എടുക്കണം. 5ഉം 6ാമത്തെ ആൾ എടുക്കുക, അവരെ പകുതിയാക്കുക. അതാണ് ആൻസർ. ഇനി 5ാമത്തെ 6ാമത്തെ ആൾ നമ്മൾ ഓർഡറിലാക്കണം. അതാണ് ചെയ്യേണ്ടത്. നോക്കിക്കേ, ഇവിടെ വളരെ സിമ്പിൾ. നോക്കിയേ, എന്താണ് ചെയ്യേണ്ടത്? ഏറ്റവും ചെറിയ നമ്പർ 11. ഓക്കെ, 11. പിന്നെ ഏറ്റവും വലുത് 20ൽ ആരുമില്ല, 30ലാണ് വരുന്നത്. 32, 35, 33, 32, 33, 35, പിന്നെ 39, 39, 41, 45, 47. ഇത് ഓർഡറിൽ തന്നെയാണല്ലേ, വലിയ കുഴപ്പമൊന്നുമില്ല. ഓർഡറിൽ തന്നെയാണ്. പക്ഷെ എന്നാലും നിങ്ങൾ എപ്പോഴും ചെക്ക് ചെയ്യണേ. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഒരു പ്രാവശ്യം ഒരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടത്, എക്സാമിന് വന്നതല്ല, എല്ലാ ഓർഡറിലും ഒരു നമ്പർ മാത്രം തിരിച്ച്. സീനായില്ലേ? ആൻസർ തെറ്റാൻ സാധ്യതയില്ല. കാരണം നടുക്കിലുള്ള സ്ഥലങ്ങൾ ഓർഡർ ആയാൽ മതി. പക്ഷെ എന്നാലും എൻ്റെ പിള്ളേർ കറക്റ്റ് അന്വേഷിച്ചാണ്. ഓക്കെ, റെഡി? ഈ ഓർഡറിൽ തന്നെയാണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി 5ാമത്തെ 6ാമത്തെ ആളെടുക്കുക, പകുതിയാക്കുക. അപ്പോൾ 1, 2, 3, 4, 5, 6 ഇത്രയും. ബാക്കി തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ. 5ാമത്തെ 6ാമത്തെ ആളെടുക്കുക. അതാണ് 39ഉം 41 എടുക്കുക, അവരുടെ പകുതി. ഇവർ രണ്ടാളും മധ്യബിന്ദു, മിഡ് പോയിന്റ്. ദി ആൻസർ 80ൻ്റെ പകുതി 40. 40 മക്കളെ മീഡിയൻ. ഇവരുടെ മീഡിയൻ അഥവാ മധ്യമം എന്ന് പറയുന്നത് 40. അതേസമയം നോക്കിയേ, മീൻ എന്ന് പറയുന്നത് 38. ഓക്കെ, ഇനി എനിക്ക് ആകെ 3 മിനിറ്റും കൂടെ ഉള്ളൂ. അപ്പം ഇതും കൂടി കഴിഞ്ഞാൽ ആകെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഉള്ളൂ. ഓക്കെ, ഇതാണ് ടേബിൾ ക്വസ്റ്റ്യൻ. സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ വീണ്ടും 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 റിപ്പീറ്റ് ആവും. ഷോർട്ട് കട്ട് മെത്തേഡിൽ എനിക്ക് 3 മിനിറ്റ് തന്നെ വേണ്ട. എനിക്കിത് ഇത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ മിടുക്കന്മാർക്ക് ഇതിനേക്കാളും പെട്ടെന്ന് ചെയ്യാൻ പറ്റും. സോ ഇത് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് കമൻറ്റ് ചെയ്യുക. എനിക്ക് വലിയ ഹാപ്പി ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ദ ടേബിൾ ഷോസ്, ടേബിൾ ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്ക് അല്ലെ 6 മാർക്കിലൊക്കെ വരാം. നോക്കിയേ, ചിൽഡ്രൻ ഓഫ് ക്ലാസ് അക്കോർഡിംഗ് ടു ദ മാർക്ക് ചേഞ്ച്. ഇഫ് യു അറേഞ്ച് ഇത് എപ്പോഴും ഒരു ഓർഡറിലായിരിക്കും. ഇൻക്രീസിങ് ഓർഡർ, ആരോഹണക്രമം അവരോഹണക്രമത്തിലായിരിക്കും തരിക. വാട്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ്? ഓക്കെ, ദെൻ വാട്ട് വിൽ ബി ദ അസ്യൂംഡ് മാർക്ക്? മക്കളെ 2 ചോദ്യങ്ങളെ വരാൻ സാധ്യതയുള്ളത്. ഓക്കെ, ഒരു അസ്യൂംഡ് മാർക്ക്. ഓക്കെ, സാങ്കല്പികമായ മാർക്ക് അല്ലെങ്കിൽ അവരുടെ കൂലി. ഓക്കെ, അസ്യൂംഡ് മാർക്ക് ഓഫ് 12th സ്റ്റുഡൻസ്. അപ്പോൾ ഈ 12ാമത്തെ സ്റ്റുഡൻറ്റിൻ്റെ സാങ്കല്പിക മാർക്ക് അല്ലെങ്കിൽ അസ്യൂംഡ് മാർക്ക് കണ്ടുപിടിക്കണം. അതേപോലെ മീഡിയൻ മാർക്ക്. 2 ആൻസർ ഉണ്ടാവും. വളരെ സിമ്പിളാണ്. നിങ്ങൾ ഇത്ര നോക്കിയാൽ അതിൽ പെട്ടി ഉണ്ടാവും. ഒരു പെട്ടി. എന്ത് പെട്ടി എന്നാൽ നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം ചെയ്യേണ്ടത് എന്താണ്? ഈ പെട്ടി തന്നെ നോട്ട്ബുക്കിൽ കോപ്പി ചെയ്യുക, അല്ലെങ്കിൽ ആൻസർ ഷീറ്റിൽ കോപ്പി അടിക്കുക. ഒരു കോളം കൂടി ഉണ്ടാക്കുക. ഓക്കെ, ഈ കോളത്തിൽ നിങ്ങൾ പേരിടുക CF. സെൻറ്റർ ഫോർവേഡ് അല്ല, ഫുട്ബോൾ കളിക്കുന്നവർക്ക് ഇതെന്താണ്? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ഓക്കെ, അപ്പോൾ എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് നമ്മൾ കൂട്ടി കൊണ്ടുവരാം. ആദ്യത്തെ ലൈനിൽ 4 ആൾക്കാരുണ്ട് ടോട്ടൽ. 2ാമത്തെ ലൈൻ വരെ എത്രയാ? 4 + 7. നോക്കിയേ, 4 + 7. 4 + 7 എത്രയാ? 11. ഓക്കെ, ഞാൻ നമുക്ക് ഐഡിയ കാണിച്ചു തരാം. അടുത്തെന്താണ് വെച്ചാൽ ഇത് മൊത്തം ആഡ് ചെയ്യണം. ഓക്കെ, 4ഉം 7ഉം 10. 4ഉം 7ഉം കൂട്ടിയാൽ 11 ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ 10 കൂട്ടിയാൽ പോരെ. അപ്പം 11 + 10, 11 + 10. അപ്പം അങ്ങനെ ചെയ്യാം. ഓക്കെ, അതാണ് കുറച്ചുകൂടി ബുദ്ധി. ഓക്കെ, ഇയാളെ മായ്ക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഓരോ പ്രാവശ്യം മൊത്തം ചെയ്യേണ്ട. 4 + 4 ഇവിടെ, 4 + 7 ഇവിടെ, 4 + 7 + 10 അതാണ് 11 + 10 എത്രയാ? 21. 21 + 12 എത്രയാ? 33. 33 + 8 എത്രയാ മക്കളെ? 41. 41 പ്ലസ് ചെയ്യരുത് കേട്ടോ. ഇത് ടോട്ടലാണ്. ഇയാൾ ടോട്ടലാണ്. അപ്പം നോക്കിയേ, എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ക്വസ്റ്റ്യനിൽ തന്ന ടോട്ടലും നമ്മുടെ ഈ അവസാനത്തെ റോയിലെ ടോട്ടലും സെയിം ആണെന്ന്. ഓക്കെ, നിങ്ങൾ കുറേ അർത്ഥത്തിലേക്കും മീനിങ്ങിലേക്കും കിടക്കേണ്ട കാര്യം, എനിക്ക് സമയം കുറവാണ്. ഓക്കെ, ഇനി നമുക്ക് ചോദിക്കാനുള്ള കാര്യം 12ാമത്തെ ആളുടെ അസ്യൂംഡ് മാർക്ക്. വളരെ സിമ്പിൾ. ഫസ്റ്റ് കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, 12ാമത്തെ ആൾ എവിടെ വരും? ആദ്യത്തെ 4 ആൾക്കാർ 0 മുതൽ 10 മാർക്കിലാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരാം മക്കളെ. 5ാമത്തെ ആൾ മുതൽ 11ാമത്തെ ആൾ ഇവിടെ. അതിൽ എഴുതാൻ പാടില്ല, കാണിച്ചില്ല. ആദ്യത്തെ 4 ആൾക്കാർ ഇവിടെ, 5 മുതൽ 11 വരുന്ന മാർക്ക് വരുന്ന ആൾക്കാർ ഇവിടെ. അത് കഴിഞ്ഞിട്ട് 12 മുതൽ
21 വരെ. 12ാമത്തെ ആൾ മുതൽ 21ാമത്തെ ആൾ വരെ ഈ കോളത്തിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് 12ാമത്തെ ആൾ ഇതിനുള്ളിലാണ് വരിക. ഓക്കെ, അതൊരു കാര്യം. അപ്പോൾ 12ാമത്തെ ആൾ നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം. ഈ 20 മുതൽ 30ൻ്റെ ഇടയ്ക്കാണ് വരിക. ഇനി നമുക്ക് വേണ്ടത് മീഡിയൻ. മധ്യമം എവിടെ എത്രാമത്തെ ആളാണെന്ന് കണ്ടുപിടിക്കാം. നമുക്ക് 12ാമത്തെ ആളെ കണ്ടുപിടിച്ചില്ല പറഞ്ഞുതരാം. മീഡിയം നോക്കി n 41 ടോട്ടൽ വരുന്നത്. അപ്പോൾ മീഡിയം എന്ന് പറയുമ്പോൾ 41 + 1. ഫോർമുല ഒന്നും എഴുതേണ്ട ആവശ്യം, നിങ്ങൾ നേരെ എഴുതിക്കോ. അപ്പോൾ എത്രയാ 42/2. എത്ര ആൻസർ വരും മക്കളെ? 21ാമത്തെ ആൾ. 21ാമത്തെ ആളും എപ്പോഴും എന്താണ് ഇതിൽ തന്നെ വരും, ആ സെയിം ക്ലാസ്സിൽ തന്നെ. മക്കളെ ഇവർ നമ്മുടെ മീഡിയൻ മധ്യമമുള്ള വിഭാഗം ആയതുകൊണ്ട്, ഓക്കെ, മീഡിയനുള്ള ക്ലാസ് ആയതുകൊണ്ട് മീഡിയൻ ക്ലാസ് അഥവാ മധ്യമ വിഭാഗം എന്ന് പറയും. ഓക്കെ, അത് കിട്ടി. ഇനി വളരെ സിമ്പിൾ, രണ്ട് ഫോർമുല നോട്ട് ചെയ്യേണ്ടത്. നിങ്ങളിതാ ആ ഫോർമുല ഷീറ്റ് എടുക്കുക. 2 ഫോർമുലയാണ്. ഇത്രയും നിങ്ങൾ മനസ്സിലാക്കി. ഫസ്റ്റ് കാര്യം, ഫസ്റ്റ് ഒബ്സർവേഷൻ ഓഫ് ക്ലാസ്. എപ്പോഴും ഒരു ക്ലാസ്സിന് ഒന്നാമത്തെ ഒബ്സർവേഷൻ ക്വസ്റ്റ്യൻ ചോദിക്കും ലോവർ ലിമിറ്റ് പ്ലസ് d/2. എന്താണ് ലോവർ ലിമിറ്റ് പ്ലസ് d/2? എന്താണ് ലോവർ ലിമിറ്റ് മക്കളെ? 12ാമത്തെ ആള് ഇതിലെ ഫസ്റ്റ് ഒബ്സർവേഷൻ അല്ലേ? 12 മുതൽ 21 ആൾക്കാരല്ലേ? നമുക്ക് 12ാമത്തെ ആള് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ് ലോവർ ലിമിറ്റ് L പ്ലസ് d/2. ഓക്കെ, ലോവർ ലിമിറ്റ് എന്താണ് മക്കളെ? 20 അല്ലേ? ലോവർ അപ്പർ, ചെറുത് വലുത്. അപ്പം 20 പ്ലസ് ഡി എന്താണ് മക്കൾ? d/2. ഡി എന്ന് പറഞ്ഞാൽ ഇത്ര, ഈ ഫോർമുല നോട്ട് ചെയ്തോ. ഡി എന്ന് പറയുമ്പോൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ n. എന്താണ് n മക്കളെ? ഈ n അല്ല കേട്ടോ, ഈ n അല്ല, 21 അല്ല, 42 അല്ല. നോക്കിയേ, ഇവിടെ ശ്രദ്ധിക്കുക. അപ്പർ എന്ന് പറയുമ്പോൾ ഈ ക്ലാസ്സിൻ്റെ 30 - 20. 30 - 20 എന്ന് പറയുമ്പോൾ അപ്പർ ലിമിറ്റ് മൈനസ് 20 ലോവർ ലിമിറ്റ് ഡിവൈഡ് ബൈ ഈ ക്ലാസ്സിൽ എത്ര ആൾക്കാരുണ്ട്? 10 ആൾക്കാർ. അപ്പോൾ എത്രയാ? എപ്പോഴും 10 1 അല്ലേ 10 ഒക്കെ വരും കേട്ടോ. ഇവിടെ നോക്കിയാൽ 10, ആൻസർ എത്ര? 10/10 1. അപ്പോൾ ഡി എന്ന് പറയുമ്പോൾ 1. അപ്പം d/2 എന്ന് പറയുമ്പോൾ 1/2. അപ്പോൾ 20 + 5.5 എന്ന് പറയുമ്പോൾ 20.5. 12ാമത്തെ ആളുടെ അസ്യൂംഡ് സാങ്കല്പിക മാർക്ക് ഇത്രയാണ് വരിക. ഇത് കഴിഞ്ഞ് ഇനി അരിത്മെറ്റിക് പ്രോഗ്രഷൻ സമാന്തര ശ്രേണിയാണ്. ഇനി നമുക്ക് 21ാമത്തെ ആൾ കണ്ടുപിടിക്കണം. സെയിം ക്ലാസ്സിലാണ്, അതേ വിഭാഗത്തിലല്ലേ, അതേ ക്ലാസ്സിൽ തന്നെയാണ് മക്കളെ. 12ാമത്തെ പദം അറിയാം, 21ാമത്തെ പദം കണ്ടുപിടിക്കണമെങ്കിൽ 12th ടേം അറിയാം. പ്ലസ് മക്കളെ 21ഉം 12 തമ്മിൽ എത്ര വ്യത്യാസം? 9 അല്ലേ? 9 അല്ലേ? പ്ലസ് 9 അല്ലേ? പക്ഷെ 9D കോമൺ ഡിഫറൻസ് വരെ സമാന്തര ശരിയല്ലേ? അപ്പോൾ 21ാമത്തെ ആളുടെ മാർക്ക് അല്ലേ, അസ്യൂംഡ് മാർക്ക് എന്ന് പറയുമ്പോൾ 20.5 നമ്മളിവിടെ കണ്ടുപിടിച്ചു. പ്ലസ് 9D എന്ന് പറയുമ്പോൾ 9 വരും, വെറും 9. സോ 21ാമത്തെ ആൾ, അതാണ് മീഡിയം എന്ന് പറയുമ്പോൾ 29.5. അതാണ് ആൻസർ. കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ 12 മിനിറ്റിൽ തീർന്നു. ഓക്കെ, 12 മിനിറ്റിൽ നമ്മുടെ ചാപ്റ്റർ തീർത്തു. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഈ പ്രാവശ്യത്തെ മോഡൽ എക്സാമിന് വന്നൊരു ക്വസ്റ്റ്യൻ ആണിത്. നിങ്ങൾ ആൻസർ ചെയ്യുക. അതിൻ്റെ ആൻസർ ഞാൻ അടുത്ത പേജിൽ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വേണേൽ ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ, ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ, നോട്ട്സ് കിട്ടാനായിട്ടൊന്നുമില്ല. പക്ഷെ നിങ്ങൾ സ്വന്തം ട്രൈ ചെയ്യണം. ഇതും വന്നതാണ്, സെയിം ക്വസ്റ്റ്യൻ, വളരെ സിമ്പിളാണ്. ഇതുപോരാതെ നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നിങ്ങൾ ലൈവിന് വരിക, കുറേ ക്വസ്റ്റ്യൻസ് വരും.